യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. കഴിഞ്ഞ 5-ാമത്തെ അധ്യായം ചാപ്റ്റർ 5 അതിൻ്റെ അവസാനത്തെ ഭാഗത്തിൽ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ പറഞ്ഞു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന യഥാസ്ഥാനത്തിൻ്റെ ശുശ്രൂഷ, എ മിനിസ്ട്രി ഓഫ് റീകോൺസിലിയേഷൻ. രണ്ടാമത് ഇവിടെ എഴുതിയിരിക്കുന്ന 19-ാമത്തെ വാക്യത്തിൽ എ വേർഡ് ഓഫ് റീകോൺസിലിയേഷൻ, അല്ലെങ്കിൽ യഥാസ്ഥാനത്തിൻ്റെ നിരപ്പിൻ്റെ ഒരു വചനം. നിരപ്പിൻ്റെ ശുശ്രൂഷ, അല്ലെങ്കിൽ മൂലഭാഷയിൽ പറഞ്ഞ പോലെ യഥാസ്ഥാനത്തിൻ്റെ ശുശ്രൂഷ, നിരപ്പിൻ്റെ വചനം, അല്ലെങ്കിൽ യഥാസ്ഥാനത്തിൻ്റെ വചനം. നമ്മൾ ആദ്യം ഒന്ന് യഥാസ്ഥാനപ്പെടണം. രക്ഷിക്കപ്പെട്ടപ്പം തൊട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിച്ചപ്പോഴെല്ലാം നമ്മൾ എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തോ അതിൽ നിന്നൊക്കെ മാറിപ്പോയിട്ടുണ്ടോ, ആദ്യം നമ്മൾ ഓരോരുത്തരും നമ്മൾ എടുത്ത തീരുമാനത്തിലേക്കൊന്ന്, ഞാൻ യഥാസ്ഥാനപ്പെടാതെ എനിക്കെങ്ങനെ മറ്റുള്ളവരെ യഥാസ്ഥാനപ്പെടുത്താൻ പിശാച് അനുവദിക്കുമോ? ഞാനങ്ങ് എന്തെങ്കിലുമൊക്കെ അങ്ങ് പ്രസംഗിക്കുമോ? പിശാച് അനുവദിക്കുമോ ദൈവമക്കളെ? ആ സ്കേവായുടെ മക്കളെ ഉടുതുണി ഇല്ലാതെ ഓടിപ്പിച്ച പിശാചാണ് ഇന്നും ഉള്ളത്. മറന്നു പോകല്ലേ. ഒരു മനുഷ്യൻ പ്രാഗൽഭ്യമില്ലാതെ ശുശ്രൂഷിക്കാൻ, ജീവിതമില്ലാതെ ശുശ്രൂഷിക്കാൻ പിശാച് അനുവദിക്കത്തില്ല. ലജ്ജിപ്പിച്ച് കളയും, നാണം കെടുത്തി കളയും. അത് ഓർത്തോണം. അതുകൊണ്ട് നമ്മൾ ശുശ്രൂഷിക്കേണ്ടത് പ്രാഗൽഭ്യത്തോടു കൂടിയാണ്. നമ്മൾ ശുശ്രൂഷിക്കേണ്ടത് ജീവിതത്തോടു കൂടിയാണ്. ആദ്യം ഈ യഥാസ്ഥാനം നമ്മുടെ ജീവിതത്തിൽ വരണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അനേകരെ ക്ഷീണിച്ചിരിക്കുന്ന, പിന്മാറിയിരിക്കുന്ന, മടുത്തിരിക്കുന്ന എത്ര പേർക്കാണെന്നറിയാം ഇപ്പോഴും ആരാധനയ്ക്ക് പോകാൻ കഴിയാത്ത എത്ര പേരാ? പ്രായമുള്ളവർ മാത്രമല്ല, ചെറുപ്പക്കാർ എത്ര പേര് ആരാധനയ്ക്ക് പോകുവാൻ കഴിയാതെ അവരെല്ലാം ആത്മീയ ക്ഷീണത്തിലേക്കാണ് പോകുന്നത്. ഒരു സംശയവുമില്ല. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അറിയിക്കുന്ന അനുസരിച്ച് അനേകരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. ഇതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കാം. 2 Corinthians chapter 6 verse 1. ദൈവത്തിൻ്റെ പ്രവർത്തകരായ അപ്പോസ്തലന്മാർ, വിശ്വാസികൾ എന്തുവാ പറയും? സഹപ്രവർത്തകർ. യെസ്, ആസ് വർക്കേഴ്സ് ടുഗെദർ. അപ്പം ദൈവവും അപ്പോസ്തലന്റെ കൂടെയുള്ള സുവിശേഷക ടീം, അതോടുകൂടി വിശ്വാസികൾ എന്തുവാ വിളിക്കുന്നത്? സഹപ്രവർത്തകർ. നമ്മൾ വിശ്വാസികളല്ല. ബൈബിളിൽ എങ്ങും സാധാ വിശ്വാസി എഴുതിയിട്ടുണ്ടോ? എങ്ങും പഴയ നിയമത്തിലുണ്ടായിരുന്നു. അതിപരിശുദ്ധ സ്ഥലം, പരിശുദ്ധ സ്ഥലം, പ്രാകാരം, കോമൺ മാൻസ്, ലേമാൻ, അല്ലെങ്കിൽ സാധാരണ സമുദായവും അത് ഫോളോ ചെയ്യുന്നു. സാധാരണക്കാരവിടെ വന്നിരുന്നിട്ട് അവർക്ക് ഒരു ഉത്തരവാദിത്തം, കുർബാന കാണാൻ വരുന്നു എന്ന് അവർ പറയും. വന്നിരുന്ന് വർഷിപ്പൊക്കെ കണ്ടിട്ട് പോകുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. നമ്മളെ വിളിച്ചിരിക്കുന്ന അതിനല്ല. എന്നിട്ടൊരു മാർക്ക് വിടും. ഇന്നത്തെ ആരാധന ദൈവമക്കളാണ് എന്ത്? നമ്മളൊന്ന് പ്രസംഗത്തിനും മാർക്കിടും, പ്രബോധനത്തിനും മാർക്കിടും, സാക്ഷ്യത്തിനും മാർക്കിടും. ഇത് കഴിഞ്ഞിട്ടൊരു കമൻറ്റ് പറച്ചിലുണ്ട്. അത് പല സഭകളിലുണ്ട്. അത് ഇവിടെ ഉണ്ടാകാതിരിക്കും. നമ്മൾ ആരെ മാർക്കിടാനല്ല നമ്മളിവിടെ ആക്കിയിരിക്കുന്നത്. നമ്മളെ മാർക്കിടുന്ന ഒരു കർത്താവുണ്ട്. അത് ദൈവഭയത്തോടുകൂടി ഓർക്കണം. പ്രൈസിലോട്. അപ്പം ഇന്നത്തെ ആരാധന കൊള്ളാം, പ്രസംഗം കൊള്ളാം, പ്രബോധനം കൊള്ളാം, അല്ലെ കൊള്ളത്തില്ല. നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ശുശ്രൂഷിക്കേണ്ട ഇവിടെ സഹപ്രവർത്തകർ ഇല്ലേ? അല്ലെ കൂട്ടവകാശികളാണോ? ജോയിൻറ്റ് ഹെയർസ് ആണോ? ആണെങ്കിൽ വി ആർ ജോയിൻറ്റ് വർക്കേഴ്സ് ഓൾസോ. സഹപ്രവർത്തകൻ. എന്നിട്ട് ഇവിടെ എഴുതിയേക്കുന്ന നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന കൃപ, ദ ഗ്രേസ് ഓഫ് ഗോഡ്. ബലഹീനതയിൽ ശക്തനായിട്ട് നിൽക്കുവാനുള്ള കൃപ. ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങുന്നതാണ് പിശാച് പറയാൻ പറ്റത്തില്ല. നിന്നെക്കൊണ്ട് ഞാൻ എന്തെങ്കിലും കർത്താവിന് വേണ്ടി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ചിലപ്പം വിക്കായിരിക്കും, ഭാഷ അറിയത്തില്ലായിരിക്കും, അതിനുള്ള ജ്ഞാനമില്ലായിരിക്കും. കഴിയും. സാത്താൻ പറയും നിന്നെക്കൊണ്ട് എന്ത് ചെയ്യത്തില്ല. ഞാനെന്തെങ്കിലും പാടാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് അപ്പം നിന്നെക്കൊണ്ട് എന്ത് ചെയ്യത്തില്ല. ആൾക്കാർ മുമ്പിൽ നിന്നെക്കൊണ്ട് പറയാൻ, ഒന്ന് ശുശ്രൂഷിക്കാൻ നിന്നെക്കൊണ്ട്, ഇതാരാ പറയുന്നത്? പിശാചാ പറയുന്നത്. കർത്താവ് ധാരാളം അബൻഡൻസ് ഓഫ് ഗ്രേസ് നിന്നെ കൊണ്ട് ശുശ്രൂഷിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. പിശാച് പറഞ്ഞു പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ നിന്നെ കൊണ്ട് കർത്താവിന് വേണ്ടി ഈ തിരുവചനം എടുത്ത് എന്ത് ചെയ്യും? അനേകരുടെ മുമ്പിൽ ആത്മാവിൽ നയിക്കുന്നത് പോലെ ഘോഷിക്കും. അപ്പം നമ്മളെ ശക്തരാക്കുന്ന പാടുവാനും ശുശ്രൂഷിക്കുവാനും, ദർശനങ്ങൾ കർത്താവിന് വേണ്ടി കാണുവാൻ, പ്രവചനങ്ങൾ പറയുവാൻ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഭൂതങ്ങളെ ശാസിക്കുവാൻ, മന്ത്രവാദം, ശുദ്രശക്തി, ഇതൊക്കെ പേടിച്ചിരിക്കുമല്ലേ ദൈവമക്കൾ? ഒന്നും വേണ്ട, ഒരു മണിയടി ശബ്ദം കേട്ടാൽ മതി. അയ്യോ സ്വത്തം 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 പറയുന്ന എത്ര വിശ്വാസികളുണ്ടെന്നറിയില്ല.
അതിൻ്റെ അകത്ത് പോയിരിക്കുവാനും അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്, അത് പേടിക്കുവാനും അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നമുക്കൊരു പ്രമാണമുണ്ട്. ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം, ഈ അധ്യായത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഞാൻ വായിക്കുമായിരുന്നു. അടുത്ത ആഴ്ച നമ്മൾ അതാ പഠിക്കാൻ പോകുന്നത്. വേർപാട് പാലിക്കേണ്ടടുത്ത് വേർപാട് പാലിച്ചുകൊണ്ട് ശക്തമായിട്ട് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ലോർഡ് has given us abundance of grace. കൃപ തന്നില്ലെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ശക്തി ഏറ്റെടുക്കാൻ ഇപ്പോൾ നമ്മൾ ഈ പല കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇപ്പോൾ ഈ ബ്രോയിലർ ചിക്കൻ്റെ അവിടെയൊക്കെ ചെന്ന ഇപ്പോഴത്തെ പുതിയ രീതി അനുസരിച്ച് നിങ്ങൾക്കറിയാം, ആവശ്യത്തിനുള്ള മറ്റേതാണെങ്കിൽ എല്ലാം കൂടി തീറ്റ അതിൻ്റെ അകത്ത് കൊണ്ടിടും. അത് കുറേ അറക്കപ്പൊടി താഴെ ഇടുമല്ലോ, അത് കുറേ അതിൻ്റെ അകത്ത് മിക്സായി, ഇതിൻ്റെ അകത്ത് കുറേ പാത്രങ്ങളും കുറേ കൊത്തിക്കളയും. ഇപ്പോഴത്തെ പുതിയ ഫീഡേഴ്സ് നിങ്ങൾക്കറിയാം. ഒരു 10-40 വർഷം മുമ്പേ തൊട്ട് എൻ്റെ കൊച്ചിലെ തൊട്ട് ഈ കിളിയൊക്കെ വളർത്തുന്ന അന്നൊക്കെ അവിടെ കിട്ടത്തുള്ളായിരുന്നു, ഇപ്പോൾ ഇവിടും കിട്ടും. വെള്ളം കലങ്ങത്തില്ല. കിളിക്കൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ആവശ്യത്തിനുള്ള എന്ത് ചെയ്യും, അത് എടുക്കുന്നതനുസരിച്ച് അത് പിന്നെയും നിറഞ്ഞു വരും. ഒരു ചെറിയൊരു ഫിസിക്സിൻ്റെ പ്രോപ്പർട്ടിയാണ് അതിൻ്റെ അകത്ത് വെച്ച് ഡിസ്പെൻസറിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. അപ്പം എടുക്കുന്ന അനുസരിച്ച് പിന്നെയും ഫ്രഷ് വെള്ളം നിറഞ്ഞു വരും. എടുക്കുന്ന ആഹാരം അനുസരിച്ച് പിന്നെയും ഈ എടുത്തില്ലെങ്കിലോ പലപ്പോഴും ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. ചില പൊട്ടാസുള്ളു കിളികളുണ്ട്, പല വർഗ്ഗങ്ങൾ വളർത്തിയിട്ടുണ്ട്. പാകിസ്ഥാനി പാരറ്റ് തൊട്ട് പല 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 തത്തകൾ, പല കിളികൾ, ഒത്തിരി കൊച്ചതും വലുതും ഒക്കെ ആയിട്ട്, പരുന്ത്, കൊക്ക് ഒക്കെ വലിയ പല പരുന്തുകളെയൊക്കെ വളർത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, ഇതിനെല്ലാം നമ്മൾ കൊടുക്കും ആഹാരം. സ്ട്രെയിഞ്ചായിട്ടുള്ള പക്ഷികളെ വളർത്തിയിട്ടുണ്ട്. മൂങ്ങയെ വളർത്തിയിട്ടുണ്ട്, മൂങ്ങ. അതൊക്കെ പിന്നെ ആൾക്കാർ പറഞ്ഞാൽ പിന്നെ ആൾക്കാർക്കൊക്കെ വലിയ അന്ധവിശ്വാസമാണ്. അപ്പം ഞാൻ പറഞ്ഞത്, ഇത് ആഹാരം എടുത്തില്ലേ നമുക്ക് തന്നെ. ചില കിളികൾക്ക് ഈ സാധനം ഫീഡറും ഒക്കെ കൊണ്ടുവെക്കും, അത് കിടന്ന് ദാഹിച്ച് പട്ടിണി എടുക്കാം, അതിനൊന്നും എടുക്കത്തില്ല. ഇതുപോലെ നമ്മൾ കൃപ, അബൻഡൻസ് ഓഫ് ഗ്രേസ് കർത്താവ് പകർന്നിട്ടുണ്ട്, ജ്ഞാനം ദൈവം തന്നിട്ടുണ്ട്. വചനം പകരുന്നത് എല്ലാം ഇവിടെ ആർക്കെങ്കിലും പറയാൻ പറ്റുമുണ്ട് അവർക്ക് കൂടുതൽ വചനം കൊടുത്തു എനിക്ക് തന്നില്ല, അവർക്ക് കൂടുതൽ കൃപ കൊടുത്തു. ജ്ഞാനമാണേലും പരിജ്ഞാനമാണേലും സാത്താൻ്റെ മേലുള്ള ജയമാണെങ്കിലും എല്ലാവർക്കും ദൈവശക്തിയും ദൈവകൃപയും കൃപാവരങ്ങളും, വരങ്ങൾക്ക് വ്യത്യാസമുണ്ടെങ്കിലും കൃപ പകരുന്നത് ഒരുപോലാന്ന് മറന്നു പോകല്ലേ. ഞാൻ എത്രത്തോളം വിശ്വസ്തരായി നിൽക്കുന്നോ, ഞാനത് ഏറ്റെടുക്കുന്നോ, അതനുസരിച്ച് ഞാൻ വളരും. എല്ലാ പട്ടിക്കുഞ്ഞുങ്ങൾ, പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ കൊച്ചിലേ നോക്കിയാൽ ചിലതിൻ്റെയൊക്കെ തലയൊക്കെ വലുതാവുന്ന കാണാം ആദ്യം. അത് നല്ലപോലെ കഴിക്കുന്നതാണ്. അല്ലല്ല, ഈ ആഹാരം ഒന്നും വേണ്ടാതെ ഇങ്ങനെ നടക്കുന്നത്, ഇങ്ങനെ കിറങ്ങിയൊക്കെ ഇങ്ങനെ താഴെ വീഴുന്നൊക്കെ കാണാം. ഇതിൻ്റെ ഞാൻ പെട്ടെന്ന് ഉദാഹരണം പറയുന്ന പെട്ടെന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ആഹാരം ഏറ്റെടുക്കുന്നത് എന്ത് ചെയ്യും, നല്ലപോലെ വളരും. അതുകൊണ്ടാണ് പലപ്പോഴും 10, 20, 30, 40, 50 വർഷമായ വിശ്വാസികൾ ഇങ്ങനെ മന്ദമായിട്ടിങ്ങനെ ഇരിക്കുമ്പോൾ, മന്ദമായിട്ടൊരു സ്തോത്രം പോലും പറയാൻ ബലമില്ലാതിരിക്കുമ്പോൾ, പുതിയതായിട്ട് വരുന്ന വിശ്വാസികൾ നമ്മൾ നോക്കുമ്പോൾ അവർ ഗോളടിച്ച് മുൻപോട്ട് പോകുന്നതാണ്. അവർ നല്ല ശുശ്രൂഷയിൽ ശക്തരായി നിൽക്കുന്നു. ഇവിടെ ഞാൻ 50 വർഷമായി 3-ാം തലമുറ, 2-ാം തലമുറ, 4-ാം തലമുറ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവർ പ്രബോധിപ്പിക്കും, അവർ പ്രസംഗിക്കും, അവർ പ്രവചനം പറയും, അവർ രോഗികളുടെ മേൽ സൗഖ്യം പ്രാപിക്കും. അത് എന്തുകൊണ്ടാണ് നടക്കുന്നത്? അത് കാണുമ്പോൾ നമുക്കൊരു കുശുമ്പും. ഇതെന്തുകൊണ്ടാണ്? വൈ ദിസ് ഈസ് ഹാപ്പനിങ്? വചനം ഏറ്റെടുക്കുന്നതനുസരിച്ച് ആ വളർച്ച, കൃപ ഏറ്റെടുക്കുന്ന അനുസരിച്ച് ആ ശുശ്രൂഷയിലും എന്തുണ്ട്? ഇവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്, ഗ്രേസ് അപ്പോൺ യു, ലെറ്റ് ഇറ്റ് നോട്ട് ബി ഇൻ വെയിൻ, ലെറ്റ് ഇറ്റ് നോട്ട് ബി വേസ്റ്റഡ്. നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന കൃപ വ്യർത്ഥമായി പോകല്ലേ. ശുശ്രൂഷയ്ക്ക് ആ കൃപ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഇവിടെ സുഖമായി ജാതികൾ പ്രാർത്ഥിക്കുന്ന പോലെ ലോകത്തിൽ സുഖമായിട്ട് സന്തോഷമായിട്ട്, ലക്ഷറി അല്ല. ഇപ്പോൾ ദൈവമക്കളുടെ പ്രാർത്ഥന എന്തുവാ? സൂപ്പർ ലക്ഷറി. കാര്യം ലക്ഷറിയൊക്കെ എല്ലാവർക്കും ഉണ്ട്. സൂപ്പർ ലക്ഷറീസ്. ദൈവദാസന്മാർ ജീവിക്കുന്ന അങ്ങനെ പല ടൗൺ പട്ടണത്തിലെ ദൈവദാസന്മാർ അവർ പ്രസംഗിക്കുന്നതും അതാ. അപ്പോൾ ഈ സൂപ്പർ ലക്ഷറിയാണ് ഇപ്പോഴത്തെ പല സഭകളിലെ പ്രസംഗ വിഷയം. ഒരിടത്ത് ഒരു വെള്ളിയാഴ്ച ഒരു മീറ്റിംഗ് വലിയൊരു ഇവിടുത്തെ ഒരു സഭയിൽ വിളിച്ചതാണ്. അവിടെ പോയി ഇരുന്നു. പകുതിക്ക് എഴുന്നേറ്റ് പോകാൻ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞാൽ, ഞാൻ ആ ദേവദാസനെയും ആ സദസ്സിനെയും എന്നെ വിളിച്ച അവരെയൊക്കെ ദേവദാസനെയും പേഴ്സണലി അറിയാം. ഞാൻ അവിടെ ഒരു നാണംകേട് ഉണ്ടാക്കണ്ടായല്ലോ എന്ന് എഴുന്നേറ്റ് പോയിരുന്നില്ല. പിന്നെ ആ ഏരിയയിലോട്ട് ഞാൻ കടന്നിട്ടില്ല. വേറൊന്നുമല്ല, സൂപ്പർ ലക്ഷറിയാണ് പ്രസംഗ വിഷയം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കർത്താവിനറിയാം. അപ്പം ഞാൻ പറഞ്ഞത് ഈ പട്ടണത്തിലെ പ്രസംഗ വിഷയങ്ങളാണ് ഇതൊക്കെ. അതിനല്ല കർത്താവ് കൃപ പകർന്നത്, ദൈവം കൃപ പകർന്നത്. പൗലോസ് ഇവിടെ താഴോട്ട് ലിസ്റ്റിൽ പറയുന്ന പോലെ അനേകരെ കൊണ്ട് പറ്റാത്ത ഒരു ശുശ്രൂഷ ചെയ്യാൻ, പണം കൊണ്ട് പറ്റാത്തത്, ലോകത്തിലെ ജ്ഞാനത്തെ കൊണ്ട് പറ്റാത്തത്, ലോകത്തിൻ്റെ ധൈര്യം കൊണ്ട് പറ്റാത്ത ഒരു ശ്രേഷ്ഠമായ ശുശ്രൂഷ, അതൊരു ദൈവരാജ്യത്തിന് വേണ്ടി അനേകരെ പണിതെടുക്കുന്ന ഒരു ശുശ്രൂഷ. ദൈവം ചാൻസ് തരുന്ന സമയത്ത് കർത്താവിന് വേണ്ടി നിന്നോണം. ഇവിടെ 1-ാമത്തെ വാക്യത്തിൽ കൃപ കളയല്ല എന്ന് പറയുവാൻ കാരണം പൗലോസ് അങ്ങനെ ആയിരുന്നു.
പൗലോസ് എല്ലായിടത്തും പറയുന്നില്ലേ, എനിക്ക് കിട്ടിയ ശുശ്രൂഷ കൃപയാലാണ്, എനിക്ക് കിട്ടിയ രക്ഷ തന്നെ, മൈ സാൽവേഷൻ ഈസ് ബൈ ഗ്രേസ്, കൃപയാലാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ എല്ലാവരും ഓർപ്പിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. സ്തോത്രം, ഇത് ദാനമായിട്ട് കിട്ടിയതാന്ന് വിചാരിച്ച് വിലയില്ലാത്തതല്ല, ഇത് അനേകർക്ക് കൊടുക്കാതാണ് കർത്താവ് എനിക്ക് തന്നത്. ആർക്കും കൊടുക്കാതെ ചുരുക്കം ചിലർക്ക് മാത്രം ലഭിച്ചു. ഇത് കൃപയാലാണ്, ഇതെൻ്റെ യോഗ്യത കൊണ്ടല്ല, ഇത് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പാണ്. പൗലോസ് പറയുന്ന, കർത്താവ് കൂടെ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് രക്ഷിക്കപ്പെടാൻ തോന്നിയില്ല. കർത്താവ് ഇവിടെ ലോകത്തിലുണ്ടായിരുന്നപ്പോൾ എനിക്ക് പോയി അവിടുത്തെ ആ സമയത്ത് ഈ പത്രോസിനെയും യോഹന്നാൻ്റെയും ഒക്കെ പ്രായക്കാരനാന്നേ, പോയി കാണാൻ തോന്നിയില്ല. കർത്താവ് പോയപ്പോൾ തൻ്റെ എതിരെ പ്രവർത്തിച്ചവൻ, ഈ ദൈവനാമം ദൂഷിപ്പിച്ചവൻ, ആൾക്ക് ഈ യേശുവിൻ്റെ നാമത്തിൽ ആരാധിക്കുന്നവരെ പിടിച്ച് കെട്ടി ചങ്ങലയിൽ വലിച്ച് യെരൂശലേമിൽ കൊണ്ട് ഇവിടെ സന്നദ്ധൻ സംഘത്തെ കൊണ്ടും യഹൂദ കൗൺസിലിനെ കൊണ്ട് വിധി വെച്ചിട്ട് ഇവിടെ വെച്ച് അവരെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി പ്രവർത്തിച്ചവൻ. കൃപയാ, നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ആ ഭാഗം വായിക്കുന്നില്ല, 1 കൊരിന്ത്യർ 15:10 എഴുതിയിരിക്കുന്നത്, ഞാൻ ആകുന്നത് കൃപയാൽ, ഞാൻ ഈ അപ്പോസ്തോലിത്വം ഹല്ലേലൂയ ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ കൃപയാൽ, കൃപയല്ലാതെ മറ്റൊന്നും എനിക്ക് പറയുവാൻ, നമ്മൾ ഈ കൃപ അല്ലാതെ വേറൊന്നും പറയാനില്ല. ദൈവം തന്നെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഭൗമിക കാര്യങ്ങളെ പെട്ടെന്ന് വരുന്ന മനസ്സ് അങ്ങനെ ഈ പ്രസംഗിച്ച് ഓയോ കറപ്റ്റാക്കി വെച്ചിരിക്കുക. ഈ ദുരുപദേശം, ഫോൾസ് ടീച്ചേഴ്സ് ഹാവ് കറപ്റ്റഡ് അവർ മൈൻഡ്. കൃപയാൽ എന്നൊക്കെ പറയുമ്പോൾ ഹല്ലേലൂയ ദാനം കൃപയാൽ, എന്തെങ്കിലുമൊക്കെ ദൈവം തരുന്നതെല്ലാം ഭൗമികമാണെന്നാ വിചാരം. നമ്മളെക്കാൾ കിട്ടുന്നുണ്ടെന്നേ ഇവിടെ ലോക മനുഷ്യർക്ക്. അപ്പോൾ അവിടെ ചെല്ലണം കിട്ടണമെങ്കിൽ. ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് കിട്ടാനല്ല, ആവശ്യമുള്ളത് ദൈവം നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നോൾ ദൈവം തരും. അഹങ്കരിക്കാനുള്ള ദൈവം തരത്തില്ല. എല്ലാ ദിവസവും ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കാനുള്ളത് നമുക്ക് തരും. ലജ്ജിച്ച് പോകാതിരിക്കാൻ, അവൻ്റെ മുഖത്ത് നോക്കുന്നവർ ഒരു നാളും ലജ്ജിച്ച് പോകത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ വാഗ്ദത്തം. നമ്മൾ പിൻപറ്റേണ്ടത് ആരെയാണ്? പിൻപറ്റേണ്ടത് അംബാനിയല്ല, പിൻപറ്റേണ്ടത് ഇവിടുത്തെ സെലിബ്രിറ്റീസിനെ അല്ല, പിൻപറ്റേണ്ടത് യേശുവിനെ. യേശു പോയ വഴിയാണ്, അത് ക്രൂശിൻ്റെ വഴിയാണ്, അപ്പോസ്തലന്മാർ പോയ വഴിയാണ്. എന്നിട്ടാണ് ഇവിടെ 2ാമത്തെ വാക്യം ഇവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ആ ഭാഗം വായിക്കുമ്പോൾ യെശയ്യാ പ്രവചനത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു ഉദ്ധരണിയാണ്. ആദ്യത്തെ ഭാഗം യെശയ്യാ പ്രവചനം 49:8 വാക്യമാണ്. ഐസയ്യാ 49:8. ഇറ്റ്സ് ബീൻ ടേക്കൺ ഫ്രം ദെയർ. എടുക്കണ്ട, നിങ്ങൾ പിന്നീട് വായിച്ചോ, നോട്ട് ചെയ്ത് വെച്ചോ. അവിടെ എഴുതിയിരിക്കുന്നത്, ലോർഡ് has appointed a time, അല്ലെങ്കിൽ അക്സെപ്റ്റബിൾ ടൈം എന്നൊക്കെയാണ് പല ട്രാൻസ്ലേഷൻ എഴുതിയേക്കുന്നത്. ദൈവത്തിൻ്റെ ഒരു പ്രസാദകാലം, ദൈവം നിശ്ചയിച്ച ഒരു കാലം. ബൈബിളിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന പോലെ കാലസമ്പൂർണത വന്നപ്പോൾ എന്ന് എഴുതിയിരിക്കുക, അറ്റ് ദ ഫുൾനെസ് ഓഫ് ദ ടൈം ഓഫ് ഗോഡ് എന്നൊക്കെ ബൈബിളിൽ എഴുതിയിരിക്കുക. ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് ലോകത്തിന് മുഴുവൻ രക്ഷയ്ക്കായിട്ട്. ഇത് യെശയ്യാവ് പറയുന്ന വർഷങ്ങൾക്ക് മുമ്പേ. ഇത് ഏതാണ് ആ കാലം? അതിൻ്റെ 2ാമത്തെ ഭാഗത്ത് പൗലോസ് ഓർപ്പിക്കുക, ഇപ്പോഴാണ്. എപ്പോഴാണ് ആ പ്രസാദകാലം? ഇപ്പോഴാണ്. ദൈവത്തെ, ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കേണ്ട കാലം. നൗ ഈസ് ദി അക്സെപ്റ്റബിൾ ടൈം. ഇപ്പോഴാണ്. ഞങ്ങൾ പരസ്യയോഗ പ്രാസംഗികരൊക്കെ എപ്പോഴും വിളിച്ചു പറയുന്ന പല ഭാഷകളിൽ, ഇപ്പോഴാണ് ആ സുപ്രസാദ കാലം, ഇപ്പോഴാണ് ആ രക്ഷാ ദിവസം. ഇപ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ, ദൈവം നിങ്ങളോട് ഇടപെടുന്ന സമയത്ത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ പിന്നെ രക്ഷിക്കപ്പെട്ടിട്ടും കാര്യമില്ല. പലരെയും നമുക്കറിയാം, കർത്താവ് വിളിക്കുന്ന സമയത്ത് രക്ഷിക്കപ്പെടത്തില്ല. പിന്നെ എങ്ങനെ മുക്കിയും ഞെക്കി പഴിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ പുഴുങ്ങിയും ഒക്കെ എപ്പോഴെങ്കിലും അങ്ങ് വന്നു. പിന്നെ അതിനൊരു എരിവില്ല. ദൈവം പറയുന്ന സമയത്ത് ഇറങ്ങണം. കർത്താവിൻ്റെ വേലയ്ക്ക് പലരെയും വിളിച്ചിട്ടുണ്ട്. ദൈവം പറയുന്ന സമയത്ത് ഇറങ്ങണം. നമ്മളെ കൈയും കാലും ഒടിച്ച് നമ്മളെ വല്ലാതാക്കി സംസാരിക്കാൻ പോലും പറ്റാത്ത പരുവത്തിലൊക്കെ ആക്കിയിട്ട് പിന്നെ എന്തിനാണ് നമ്മൾ ഇറങ്ങാനില്ല? ഈ കർത്താവിൻ്റെ വേല എന്ന് പറയുന്ന ആദ്യം നമ്മൾ ജോലിയോട് ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അത് ചെയ്ത് അവസാനം ജോലി നമുക്കൊരു തടസ്സമായി ഇരിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇതെല്ലാം പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടേണ്ട കാര്യമാണ്. നല്ല സുവിശേഷകർ കുറവാണ് ദൈവമക്കളെ. അടികൊണ്ടും വിഷമിച്ചും ഇനി എന്താ വെച്ചാൽ പേടി ഉടനെ ഉണ്ടാവുമല്ലോ, ഓട്ടോമാറ്റിക്കായിട്ട്. മനുഷ്യനല്ലേ, ആ ദേശമെല്ലാം കൂടെ ജനമെല്ലാം കൂടെ ഇളകി. ഇപ്പോൾ ഈ ദൈവദാസനെ ആണെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി, ഒരു വിജനമായ സ്ഥലത്ത് കൊണ്ടുപോയി താഴെ ഇട്ട് ചവിട്ടി. അത് ഒന്നും അതിൻ്റെ എല്ലാം വീഡിയോയിൽ വന്നിട്ടില്ല. താഴെ ഇട്ട് ചവിട്ടിയിട്ട് തന്നെ കൊല്ലാൻ നോക്കും. അതിൻ്റെ വടക്കിൻ്റെ ഒരു രീതി അങ്ങനെ, ഇവിടുത്തെ പോലല്ല. അവിടെ ജനം കൂടിയാൽ കത്തിക്കും, കല്ലെറിഞ്ഞ് തല അടിച്ച് പൊട്ടിച്ചിട്ട് അവസാനം മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും. എത്ര വീഡിയോസാണ് യൂട്യൂബിലും. അതൊക്കെ പിന്നെ ചിലതൊക്കെ ബാൻ ചെയ്തിരിക്കുന്നുണ്ട്. അത് സ്ഥിരമുള്ളതാണ്. ജനമിളകി, രോഷം ഇളകി കഴിഞ്ഞാൽ ആൾക്കാരെ കത്തിക്കും, വീട് കത്തിക്കും. ഒറീസ കന്തമാൽ നടന്ന് നമുക്കറിയാമല്ലോ.
അതിൻ്റെ പല സാക്ഷികളെ ഞങ്ങൾ ഒറീസയിൽ ആ സമയത്ത് കന്തമാൽ ഇഷ്യൂ നടന്നപ്പോൾ ഞങ്ങൾ 150 കിലോമീറ്റർ ഇപ്പുറം വിശാഖപട്ടണത്തുണ്ടായിരുന്നു. ഞങ്ങൾ ഉടനെ വണ്ടി ഓടിച്ച് പോയവരാ. ആദ്യം സപ്ലൈസുമായിട്ട് ഞാനും വേറെ ദേവദാസനോടാണ് വണ്ടി ഓടിച്ച് ഉടനെ ഓടിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞങ്ങളെ കണ്ടതാണ്, പുഹമണം ഉള്ള ബിൽഡിങ്സ് ഞങ്ങൾ കണ്ടതാണ്, റോഡിൻ്റെ 2 സൈഡും കത്തിച്ചത്. അതിന് പുറകിലൊരു കാരണവുമുണ്ട്, അത് വേറെ. ആൾക്കാർക്ക് എന്തിയെ പേടി വരും. വടക്കിന്ത്യയിൽ പ്രവർത്തിക്കാൻ മലയാളി ദേവദാസന്മാർക്ക് പേടിയായി പോകുന്നതാ. എന്നോട് വേറൊരു കുടുംബം പറഞ്ഞു, ഞങ്ങൾ ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് അവരിപ്പം അടൂർ ഒരു സ്ഥലത്ത് സഭ ഞങ്ങൾക്ക് ഇതിൽ കിട്ടി. പല ആൾക്കാർക്ക് പെട്ടെന്ന് വടക്കിന്ത്യയിൽ വരുമ്പോൾ ഇവിടുത്തെ സഭയുടെ ബ്രാഞ്ച് തന്നെയാണെങ്കിലും ഇവിടെ സഭ എങ്ങനെ കൊടുക്കും? കേരളത്തിൽ ഇത്രയും സ്ഥലമല്ലേ ഉള്ളൂ. കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ദേവദാസൻ ജീവിതം അവസാനിപ്പിച്ചത് നമുക്കറിയാമല്ലോ. താൻ 1 വർഷം വെയിറ്റ് ചെയ്തു, ഈ ഏപ്രിലും തനിക്ക് സഭ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞതിൻ്റെ വിഷമത്തിലാണ് താൻ ജീവിതം അവസാനിപ്പിച്ചെന്ന് തൻ്റെ ഭാര്യ പബ്ലിക്കായിട്ട് വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത്, നല്ല പ്രൈസ് കർത്താവിന് വേണ്ടി ധൈര്യമുള്ളവരും എവിടെ ആവശ്യമുണ്ട്? വടക്കിന്ത്യയിൽ ആവശ്യമുണ്ട്. എല്ലാവരും ഒന്നും അല്ലല്ല എന്ന് വെച്ചാൽ തല്ലിക്കൊല്ലത്തൊന്നുമില്ല. മരിക്കാൻ ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്, അപ്പോഴേ മരിക്കത്തുള്ളൂ. അതുവരെ ഒന്നും സംഭവിക്കത്തില്ല. ഇതൊക്കെ ഒരു പേടിപ്പിക്കുന്ന പരിപാടിയല്ല. 2 അടിയൊക്കെ പൊട്ടിച്ച് പേടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ദേശം വിട്ടാലും പോകുമെന്ന് വിചാരിച്ച് പേടിപ്പിക്കുന്ന കാര്യങ്ങളല്ലേ. നമ്മളൊരു സേഫ് സോണിലേക്ക് കടക്കുന്നു. കർത്താവിൻ്റെ വേല അല്ല, ആ സോണൊക്കെ തീരുമാനിക്കുന്ന കർത്താവാണ്. എപ്പോഴും നമ്മൾ സേഫ് സോണിൽ തന്നെയാണ്. കർത്താവിൻ്റെ കൃപയുടെ വലയത്തിലാണ്, കർത്താവിൻ്റെ ഉള്ളംകൈയിൽ നമ്മളെ വരച്ചിരിക്കുവാണ് എന്ന് മറന്നു പോകല്ലേ. അപ്പം ഇവിടെ 2ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, ഇപ്പോഴാണ് രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. പലരോട് നമ്മൾ സുവിശേഷം പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും വിഷമത്തിലായിട്ടില്ലേ? ഇവിടെ ഇരിക്കുന്ന ഒരു സഹോദരൻ 1 വർഷം മുമ്പ് വിഷമത്തോടുകൂടി സാക്ഷ്യം പറഞ്ഞ ഓർമ്മയുണ്ട്. അവധിക്കൊക്കെ താൻ റിലേറ്റീവ്സിന് അടുത്ത് പോകും. താൻ പണ്ടൊക്കെ പലപ്പോഴും അവരോടെല്ലാം ബന്ധക്കാരോട് നല്ലപോലെ സുവിശേഷം പറയാൻ, ഇപ്പം അത്രയും പറയുന്നു എന്ന് എനിക്കറിയത്തില്ല. നല്ല ശക്തമായിട്ട് പറഞ്ഞിട്ട് അവരെല്ലാം കൂടെ അക്സെപ്റ്റ് ചെയ്തില്ല. പലരും കളിയാക്കി. വിഷമത്തിൽ ദൈവസന്ധിയിൽ വന്നു. നമ്മൾ വിഷമം ദൈവസന്ധിയിലല്ലേ പറഞ്ഞു, ദൈവസന്ധി വന്ന് പറഞ്ഞു. ഇവരോട് ഇത്രയും വർഷമായി, തൻ്റെ എണ്ണം കണക്ക് പറഞ്ഞിട്ടാണ്, ഇത്രയും വർഷമായി ഞാൻ അവിടെ സുവിശേഷം പറയാൻ, ഇതുവരെ അവരൊന്നും, ഇനി ഞാൻ പറയണോ എന്നുള്ള രീതിയിൽ താൻ വിഷമത്തിൽ ദൈവസന്ധിയിൽ ആ വിഷമം പറയാൻ നമ്മൾ കേട്ടു. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എന്തുവാ പറയുക? പിതാവ് ആകർഷിക്കാതെ ആരും വരത്തുമില്ല. കല്യാണത്തിന് വേണ്ടിയോ കടം മാറാനോ എന്തെങ്കിലും കാര്യം സാധിക്കാനോ ഒരാളുടെ സ്നാനപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. ഈ പെന്തിക്കോസ് ഗോളത്തിൽ ഒരു 80% കാര്യം സാധിക്കാൻ വേണ്ടി വന്നവരുണ്ട്. ഭർത്താവ് പറഞ്ഞതിന് സ്നാനപ്പെട്ടു, ഭാര്യ പറഞ്ഞതിന് സ്നാനപ്പെട്ടു, മക്കളെല്ലാം സ്നാനപ്പെട്ടുകൊണ്ട് ഞാൻ ഈ സൈസ് ഒത്തിരി ഇതിൻ്റെ അകത്തുണ്ട്. ഇവരാണ് ഇങ്ങനെ കത്താത്ത പടക്കം പോലിരിക്കുന്ന ആത്മാവ് എങ്ങനെ? കാര്യം ഇവരിതുവരെ ദൈവസന്ധിയിൽ സമർപ്പിച്ചിട്ടില്ലല്ലോ. സ്നാനപ്പെട്ടു, വെള്ളത്തിൽ കൊടുന്ന് കടന്നു, ഒന്ന് നനഞ്ഞു, അത്രയേ ഉള്ളൂ സംഭവിച്ചത്. ഈ സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ടാണ് ഇനി എന്ത് സംഭവിക്കണം? കർത്താവുമായിട്ടൊരു ഉടമ്പടി. ശരിക്കും നടക്കേണ്ടത് എന്തോ, ഈ രക്ഷയ്ക്കപ്പെടുന്ന സമയത്താണ് ഇനി തൊട്ട് എൻ്റെ കർത്താവിന് വേണ്ടി ജീവിച്ചോളാം എന്നൊരു ഉടമ്പടി നടക്കുന്നത്. പലരും ഇതൊന്നും ഈ രക്ഷ എന്തുവാന്ന് അറിയാതെ സ്നാനപ്പെട്ടവർ ഒത്തിരി പേരുണ്ട്. സ്തോത്രം. അവിടെ എല്ലാം ഹല്ലേലൂയ, കർത്താവ് ഒരു പണി ഈ ദിവസങ്ങൾ ചെയ്യട്ടെ. ഒരു വലിയ വേർപാടിൻ്റെ കാലമാണ്. കഷ്ടത വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ ഇങ്ങനെ സ്നാനപ്പെട്ടവരെല്ലാം അവരെവിടെങ്കിലും പോയി പാത്തിരുന്നോളൂ. പിന്നെ ആര് മാത്രമേ കർത്താവിന് വേണ്ടി നിൽക്കാൻ കാണത്തുള്ളൂ? വില കൊടുക്കാൻ മനസ്സുള്ളവർ, ശരിക്കും രക്ഷിക്കപ്പെട്ടവർ. പൗലോസിനെ പോലും, പത്രോസിനെ പോലും, യോഹന്നാനെ പോലും പറയും, ഞങ്ങൾ കർത്താവിനെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകും? കർത്താവില്ലാത്തൊരു ജീവിതം ഞങ്ങൾക്ക്, there is no life without Jesus. ഹല്ലേലൂയ. I don't want such a life. ഹല്ലേലൂയ. അങ്ങനെ ഒരു നിമിഷം എനിക്ക് വേണ്ട. യേശു കൂടാതെ ഒരു ജീവിതം, ഞാൻ യേശുവിന് വേണ്ടി നിൽക്കും എന്ന് പറഞ്ഞ് വില കൊടുത്ത് നിൽക്കുന്നവരെ മാത്രമേ ഇനി അങ്ങനെ ഒരു വേർപാട് ഈ സഭയ്ക്കകത്ത് തന്നെ, എല്ലാ സഭകളിൽ തന്നെ ഉണ്ടാവും. പ്രതികൂലം വരുമ്പോൾ തന്നെ ഉണ്ടായിക്കോളും. അല്ലാത്തവർ പോയി എവിടെയെങ്കിലും പോയി പാത്തിരുന്ന് പത്രോസിനെ പോലെ എനിക്ക് ആ കർത്താവിനെ അറിയത്തുമില്ല, ഞാനൊരു വിശ്വാസിയുമല്ല എന്ന് പറഞ്ഞ് കർത്താവിനെ തള്ളി നിൽക്കുന്ന ഒരു സമയം കേരളത്തിലും വരും എന്ന് നിങ്ങൾ മറക്കല്ലേ. വന്നേലേ കഴിയൂ. സ്വർഗരാജ്യത്തിൽ കാഹളം ഒന്നുമ്പോൾ ദൈവം ഒരുക്കണമെങ്കിൽ ഈ ഒരു വേർപാട് ഉണ്ടായാലേ പറ്റൂ. ആ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. എല്ലാ ദേശത്തും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 3-4 വാക്യം വായിച്ചാണ്. കൂട്ടുപ്രവർത്തകരോട് പറയുക, യു ആർ ഓൾ മൈ ഫെലോ വർക്കേഴ്സ്. ഞാനും പ്രവർത്തകരാ, നിങ്ങൾ നമ്മളെല്ലാം മനസ്സിലാകേണ്ട ഒരു കാര്യമാണ്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിനാൽ ദൈവം എന്നോട് പറഞ്ഞു, നിങ്ങളും അങ്ങനെ ചെയ്യണം. എങ്ങനെയാണ്? ശുശ്രൂഷയ്ക്ക് ഞാൻ ശുശ്രൂഷകനാണ്. നമ്മളെപ്പോഴും അത് ഓർക്കണം. ജോലി ചെയ്യുന്ന സ്ഥലത്ത്, പഠിക്കുന്ന സ്ഥലത്ത്, കുടുംബക്കാരുടെ മധ്യത്തിൽ ഐ എം എ വർക്കർ, ഫെലോ വർക്കർ. അപ്പോസ്തലനോട് കൂടി ചേർന്ന് ഞാനും ഒരു കൂട്ടവകാശിയായി തീരണമെങ്കിൽ കൂട്ടുപ്രവർത്തകനായി ഇവിടെ തീരണം. ഞാനൊരു ശുശ്രൂഷകനാ.
അയൽവക്കക്കാരോട് സംസാരിക്കുമ്പോൾ, കുടുംബക്കാരോട് സംസാരിക്കുമ്പോൾ, ദേശത്ത് അറിയാതെ നമ്മുടെ ഭവനത്തിൽ നിന്ന് സൗണ്ടൊക്കെ ഉയർന്ന് അടുത്ത വീട്ടിൽ കേൾക്കുന്ന ഓർത്തോണം. ഈ എറണാകുളത്തെ ഒരു വലിയ പ്രോബ്ലമാണ്. നാട്ടിലൊക്കെയാണ് ഒരു കുറേ സ്ഥലത്തിൻ്റെ അകത്ത് ഒരു വീട്, ഇടയ്ക്കൊരു വീടായതുകൊണ്ട് ഇത്ര ശബ്ദമേളം ഉണ്ടാക്കാം. എറണാകുളത്തിൻ്റെ ഒരു വലിയ പ്രോബ്ലമാണ്. അവിടെ അതിലും ഇവിടെ എല്ലാ ചില്ലിൻ്റെ പുറയിലും ആരുണ്ട്, അടുത്തൊരു വിൻഡോ വേറെ ഉണ്ട്, അടുത്ത വീട്ടിലെ വിൻഡോ. എങ്ങനെ 2 സെൻറ്റ് 3 സെൻറ്റിൻ്റെ അകത്തുള്ള സ്ഥലങ്ങളൊക്കെ ആയതുകൊണ്ട് ഈ ഭവനത്തിൽ നിന്ന് ശബ്ദം പുറത്ത് പോകുമ്പോൾ ഓർത്തോണം, ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കത്തക്കവണ്ണം. ഞാൻ ആരെങ്കിലോട് എന്നോട് ഇങ്ങോട്ട് കയർത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് തിരിച്ച് കയർത്ത് സംസാരിക്കാൻ എൻ്റെ ജഡം അങ്ങോട്ട് രോഷം കയറുമ്പോൾ ഓർത്തോണം, ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കാൻ. ഓരോ വിഷയങ്ങളും, പണത്തിൻ്റെ വിഷയത്തിലും ഓരോ വിഷയത്തിലും ഒരല്പം അസത്യം, ഒരല്പം ചീറ്റിംഗ്, ഒരല്പം ലാഭത്തിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഓർത്തോണം, ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കാൻ. അപ്പം ഞാൻ പറഞ്ഞില്ല, ആദ്യം ഇതെവിടാണ് ഈ സാക്ഷ്യം വരുന്നത്? കുടുംബത്തിൽ. പിന്നെ താമസിക്കുന്ന ദേശം. ഈ കുടുംബത്തിലും താമസിക്കുന്ന ദേശത്തും സാക്ഷ്യമില്ലെങ്കിൽ ഞാൻ ഇവിടെ എത്ര ഈ പാലാരിവട്ടവും കലൂരും പ്രസംഗിച്ചുകൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. അവനല്ലേ ഞങ്ങൾക്കറിയാം എന്നേ ആൾക്കാർ പറയത്തുള്ളൂ. സാക്ഷ്യത്തോടുകൂടി മാത്രമേ എനിക്ക് ഈ പരിശുദ്ധ വചനം പ്രസംഗിക്കുവാൻ കഴിയത്തുള്ളൂ. എനിക്ക് മാത്രമല്ല, നമുക്കെല്ലാവർക്കും. പൗലോസ് പറയുക, ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കാൻ ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്യുന്നു? യെസ്, സകലത്തിലും ഞങ്ങളെ തന്നെ ആൾക്കാർ നോക്കുമ്പോൾ എന്തായിട്ടാണ് കാണേണ്ടത്? ദൈവത്തിൻ്റെ ശുശ്രൂഷകരായിട്ട് ഞങ്ങളെ തന്നെ കാണിക്കുന്നു. അത് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും. അത് വേണേൽ മൊബൈൽ ഫോണിൻ്റെ വാൾപേപ്പറായിട്ടിട്ടോ, ലാപ്ടോപ്പിൻ്റെയും ഇതിൻ്റെയും വാൾപേപ്പറായിട്ടിട്ടോ, ചാർട്ട് എഴുതി വരച്ചിട്ടോ. ശുശ്രൂഷയ്ക്ക് ഇടയ്ക്ക് മറന്നുപോയെന്ന് അവിടെ പറയാൻ പറ്റത്തില്ലല്ലോ എക്സ്ക്യൂസ്. അല്ലെങ്കിൽ വേറെ എന്തുമായിരുന്നു എൻ്റെ മനസ്സിൽ നിന്ന് കർത്താവ് ചോദിക്കും. ന്യായദിവസത്തിൽ മറന്നുപോയെന്ന് പറയാൻ പറ്റുമോ? ഇത് മാത്രം ഓർക്കാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, നമുക്ക് ഓർമ്മ തന്നിരിക്കുന്നത്. ലോകത്തിൻ്റെ വിഷയങ്ങൾ ഓർക്കാനല്ല. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം, അതരത്തെ സൂക്ഷിക്കണം. പ്രവൃത്തികൾ, എല്ലാ തീരുമാനങ്ങളും ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരെ ഞങ്ങളെ തന്നെ സൂക്ഷിക്കുന്നു. എന്നിട്ട് തടവ്, കലഹം, അധ്വാനം, ഉറക്കിളപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും മതി. ഇവിടെ ഇതൊരു വലിയ ലിസ്റ്റാണ് താഴോട്ട് എഴുതിയിരിക്കുന്നത്. നമുക്ക് ഒന്നായിട്ടൊന്ന് ചിന്തിക്കാം. ആദ്യം ഇവിടെ എഴുതിയിരിക്കുന്നത് എന്തുവാ? ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്. ഇതൊക്കെ ആരുടെ അവകാശങ്ങളാണ്? എല്ലാവരും വാഗ്ദത്തം എനിക്ക് വാഗ്ദത്തമുണ്ട്. എന്തുവാ ആൾക്കാർ ഈ വാഗ്ദത്തം പറയുമ്പോൾ? വീട്, വണ്ടി, തുരുമ്പിടിച്ച് പോകുന്ന വണ്ടി, ക്രാക്കാകുന്ന ഇടിഞ്ഞു പോകുന്ന വീട്, ഇതൊക്കെയല്ലേ? ഇതാണ് വാഗ്ദത്തം. അല്ലെ മക്കളുടെ എവിടെയെങ്കിലും ഒരു കോഴ്സോ അഡ്മിഷനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ, ഒരു വസ്തു, ഇതൊക്കെയാണോ വാഗ്ദത്തം? ഇതൊക്കെ കണ്ട് മൂർത്തികളെ ആരാധിക്കുന്ന ജാതികൾ നമ്മളെക്കാൾ കൂടുതൽ ചെയ്യുന്ന കാര്യമല്ലേ ഇതൊക്കെ? പിന്നെ അവരുടെ വാഗ്ദത്വമാണല്ലോ വലുത്. ഇത് വാഗ്ദത്തമാണെങ്കിൽ അവർക്ക് നമ്മളെക്കാൾ വലിയ വാഗ്ദത്തം കിട്ടിയത്. പഴയ നിയമ വാക്യവും എടുത്തുകൊണ്ട് അളവുതൂൻ മനോഹര ദേശത്ത് വീണ് എനിക്കൊരു നല്ലൊരു പ്ലോട്ട് കിട്ടിയത്. ഇതാണോ? പഴയ നിയമത്തിൽ അക്ഷരീകമായിട്ട് മനോഹരമായ പ്ലോട്ട് തന്നെയായിരുന്നു. പുതിയ നിയമത്തിൽ നമ്മുടെ കനാൻ എവിടാ? അവിടെ മനോഹരമായ ഒരു സ്ഥാനം, പല വാസസ്ഥലമുണ്ട്, തേജസ്സിന് വ്യത്യാസമുണ്ട്. അവിടെ മനോഹരമായ ഒരു റൂം കിട്ടണമെങ്കിൽ അവിടെ അതിന് ഷെയിമുണ്ടെന്ന് എഴുതിയിരിക്കുന്നത്. പലരും കഷ്ടി സ്വർഗത്തിൽ പോകും, പക്ഷെങ്കിൽ വലിയ ലജ്ജയോടുകൂട് എന്ന് വളരെ വ്യക്തമായിട്ട്. തേജസ്സിന് വ്യത്യാസമുണ്ട് എന്ന് പറയുന്ന ഭാഗത്ത് കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ പഠിച്ചിങ്ങോട്ട് വന്നതാണല്ലോ. തേജസ്സിന് വ്യത്യാസമുണ്ട്, റാങ്കിന് വ്യത്യാസമുണ്ട്. പട്ടാളക്കാരുടെയും പോലീസിൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ സാധാ പോലീസും കൂലിപ്പട്ടാളം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് മേളിലോട്ട് ചെന്ന് അല്ലെങ്കിൽ പെറ്റി ഓഫീസേഴ്സ് തൊട്ട് വലിയ ഓഫീസേഴ്സ് എന്ന് പറയുന്ന പോലെ സ്വർഗത്തിൽ റാങ്കിന് വ്യത്യാസമുണ്ട്. നീ ഒരു സാധായാണെങ്കിൽ, നീ ഒന്നും കർത്താവിന് വേണ്ടി ചെയ്തില്ലെങ്കിൽ, വേറെ കുറവൊന്നും ഇല്ലെങ്കിൽ കഷ്ടി സ്വർഗത്തിൽ പോകും. പക്ഷെങ്കിൽ നാടൻ ഭാഷയെ പറഞ്ഞാൽ, ചില ഉപദേശിമാരുടെ ഭാഷയെ പറഞ്ഞാൽ, മൂലയ്ക്കൊരു പായിട്ട് നീ ആ മൂലയ്ക്ക് കിടക്കും ജീവിതകാലം മുഴുവൻ. പല വാസസ്ഥലങ്ങളുണ്ട്. നീ ബെർത്തിലായിരിക്കുമെന്നും ഡോമെട്രിയിലായിരിക്കുമെന്നും പല വാസസ്ഥലങ്ങളുണ്ട്. തേജസ്സിന് വ്യത്യാസമുണ്ട്. മറന്നു പോകല്ലേ. അതിനു വേണ്ടി ഇവിടെ വാഗ്ദത്തം എന്തുവാ? കർത്താവിന് വേണ്ടി സഹിക്കേണ്ടത്. ഞങ്ങൾ കർത്താവിൻ്റെ ശുശ്രൂഷകരാന്ന് പറഞ്ഞിട്ട് ബഹു സഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, ഇതെല്ലാം നമുക്ക് വരുന്നുണ്ടല്ലോ ഇല്ലേ? ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അവകാശമാ ദൈവമക്കളെ. അങ്ങനെ അതിൽ കൂടി കടന്നു പോകുമ്പോഴല്ലേ നമ്മൾ ഈ കൃപ എന്തുവാന്ന് അറിയുന്നത്.
അതിൽ കൂടി കടന്നു പോകുമ്പോഴല്ലേ ദൈവത്തിൽ ആശ്രയിക്കുവാൻ പറ്റുന്നത്. അപ്പോഴാണ് നമ്മൾ കൂട്ടുകാരും സ്നേഹിതരും എന്നൊക്കെ വിചാരിച്ചവർ പിന്നെ നമ്മളെ അറിയത്തുപോലുമില്ല. ആ വഴി കൂടെ, ആ ഏരിയയിൽ കൂടെ അവരെ പിന്നെ കാണത്തില്ല. ഫോൺ വിളിച്ചാൽ ഞാൻ ഇച്ചിരി ബിസിയാണെന്ന് പറഞ്ഞ് അവർ വെച്ച് കളയും. പിന്നെ നമ്മളെ ഫോൺ വിളിച്ചാൽ എടുക്കത്തുമില്ല. മനുഷ്യൻ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാകുന്നതും എന്നെ കൈവിടാത്ത ഒരു കർത്താവ് കൂടെ ഉണ്ടെന്നൊക്കെ മനസ്സിലാകുന്നത് എവിടാ? ഇതിൽ കൂടെ ഒക്കെ പിന്നെയും കടന്നു പോകുമ്പോൾ പൗലോസ് പറയുക സങ്കടം വരും, തല്ല്, തടവ്, യെസ്, ഇതൊക്കെ ദൈവമക്കൾക്ക് വരുമോ? പലരും ചോദിക്കുന്ന കാര്യം പട്ടിണി, ഉറക്കളപ്പ്, അധ്വാനം. എല്ലാവരും അധ്വാനിച്ചാണ് ജീവിക്കുന്ന. അതിൻ്റെ കൂടാണ് എന്തും ചെയ്യേണ്ടത്? കർത്താവ് ഏൽപ്പിച്ച് ശുശ്രൂഷയും ചെയ്യണില്ല. ഉറക്കളപ്പ് ആൾക്കാരെ വിചാരിക്കും നമുക്ക് മാത്രമേ ഉള്ളെന്നാ. 2000 പരം വർഷങ്ങൾക്ക് മുമ്പേ പൗലോസ് പറഞ്ഞു നമ്മളെക്കാൾ കൂടുതൽ താൻ സഹിച്ചതാകാം. അപ്പോൾ ഇവിടെ ഈ വലിയ ലിസ്റ്റൊക്കെ എഴുതിയിട്ട് നമുക്ക് ഇതറിയാമല്ലോ. 2 കൊരിന്ത്യർ ഇനി നമ്മൾ മുൻപോട്ട് വരുമ്പോൾ 11-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. 1 കുറേ ഇത്ര അടി, കപ്പൽ ഛേദം, സഹോദരന്മാരുടെ ആപത്ത്. ഞാൻ ഭാഗം എടുക്കണ്ടായല്ലോ. ഒരു വലിയ ലിസ്റ്റ് അവിടെ 3-4 വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ ലിസ്റ്റെല്ലാം കൂടി കണ്ടു കഴിഞ്ഞാൽ ഇന്ന് ദേവദാസന്മാരൊന്നും ആ ഭാഗവും ഈ ഭാഗവും രണ്ടും 2 കൊരിന്ത്യരല്ല എഴുതിയിരിക്കുന്നത്. ഇത് നമ്മൾ സഹിക്കണമെന്നും പൗലോസ് സഹിച്ചതിൻ്റെ ലിസ്റ്റും ഒക്കെ വായിക്കത്തില്ല. അതൊന്നും 1 കുറേ 40 അടിക്കട്ടെ. ഈ കഷ്ടത മുഴുവൻ പൗലോസ് ഈ ലിസ്റ്റ് പറയുമ്പോൾ അല്ല, ഇതെല്ലാം ദൈവമക്കൾ അനുഭവിക്കേണ്ടതാ. ഓരോരുത്തരുടെ ജീവിതത്തിൽ കർത്താവ് അനുവദിക്കുന്ന പേഴ്സിക്യൂഷനും ട്രിബുലേഷനും അല്ലെങ്കിൽ കഷ്ടതയും നമ്മളെ സഹിഷ്ണുത പഠിപ്പിക്കുവാനും ദൈവത്തിൽ ആശ്രയിക്കാൻ. ഞാനെല്ലാം പറയുന്നത് പോലെ അങ്ങ് നടന്നു കഴിഞ്ഞാൽ ഞാൻ അഹങ്കരിച്ച് പോകത്തില്ലേ? ഈ തൊടുന്നതെല്ലാം പൊന്നാവുന്നുണ്ട്. എല്ലാം ആൾക്കാരുടെ വിചാരം അങ്ങനെയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്നാളെ ഇതുപോലൊരു ന്യൂജൻ സഭയിലെ ഒരു ശുശ്രൂഷകയാണ് താൻ പറയുന്ന കേട്ടു. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ റെഡ് സിഗ്നലാണ്. ഞാൻ പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ, ഗ്രീൻ സിഗ്നൽ. ഒരു പട്ടണത്തിലാണ് താൻ. അവിടെ ഭയങ്കരമായിട്ട് സിഗ്നൽ ബ്ലോക്കുള്ളു. അടുത്ത സിഗ്നൽ എടുത്തത് യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞു, അതും ഗ്രീൻ സിഗ്നലായി. 3-4 ഗ്രീൻ സിഗ്നലായെന്നൊക്കെ പറഞ്ഞു. വേറെ ഏതാണ്ടിനൊക്കെ ഗ്രീൻ സിഗ്നലൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രസംഗം. ഒരു വലിയ എല്ലാവർക്കും അറിയാവുന്ന കേരളത്തിലെ ഏറ്റവും വലിയൊരു ന്യൂജൻ സഭയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊക്കെയാണ് ആൾക്കാരുടെ വിചാരം. അങ്ങോട്ട് പോകുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൽ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുമ്പോൾ ഇതല്ല, ഏത് ദുഷ്ടശക്തി വന്ന് ഫ്രണ്ടിൽ വന്ന് നിന്നാലും നമ്മൾ പറയും അത് ആത്മാവിനാലുള്ളതാണ്. അതിന് മഹത്വം കർത്താവിനാണ്. ഈ തൊടുന്നതെല്ലാം നടക്കുവാനും കാശില്ലാത്ത യേശുവിൻ്റെ നാമത്തിൻ്റെ അക്കൗണ്ട് നിറഞ്ഞു, ഇതിൻ്റെയൊക്കെ നിറഞ്ഞില്ല അക്കൗണ്ട് പേഴ്സ്. ഇതൊക്കെ ഇപ്പോഴത്തെ പ്രശ്നം. ഉടനെ SMS ആരായിരുന്നു SMS അയക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നത്. യൂട്യൂബിൽ കിടപ്പുണ്ട്. ഉടനെ SMS വന്നു, ക്രെഡിറ്റഡ് വിത്ത് സോ ആൻഡ് സോ. ഇതെല്ലാം യൂട്യൂബിൽ കിടക്കുന്നതാണ്, ഇപ്പോഴും കിടക്കുന്നതാണേ. പിശാച് അതുവരെയും കാണിക്കും പണികളില്ലേ? അതോ ഇവർ പ്ലാൻഡ് ആയിരിക്കും ആരെങ്കിലും കൂടി. ഇന്നാൾ പറയുന്നത് കേട്ടു, ഒരു ദേവദാസൻ, ആ മെയിൻ ദേവദാസൻ ചെറിയ ഒരു ബ്ലൂടൂത്ത് വയർലെസ് ഹെഡ്ഫോൺ അകത്ത് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് വോളണ്ടിയേഴ്സ് പേര് വിളിച്ച് പറയും, അതാണ് ആ ദേവദാസൻ. പ്രാർത്ഥനാ വിഷയങ്ങൾ കൊടുക്കുമല്ലോ വോളണ്ടിയേഴ്സിന്, അതാണ് ദേവദാസൻ അവിടുന്ന് വിളിച്ച് പറയുന്നത്. ടെക്നോളജി വർദ്ധിച്ചല്ലോ, എന്ത് വേണമെങ്കിലും കാണിക്കാമല്ലോ. ഇപ്പോൾ കണ്ണാടികൾ വരെ ഉണ്ട്, സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചു വരും. ഇപ്പോൾ ആരെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കണ്ണാടിക്കകത്ത് വെളിയിലൊന്നും കാണത്തില്ല, ട്രാൻസ്പെറൻറ്റ് സ്ക്രീനായിരിക്കും, അകത്തത് സ്ക്രീനാണ്. റെയ്ബൻ ഇറക്കിയിട്ടുണ്ട്, അതിന് 1.5 ലക്ഷം രൂപ. ഇങ്ങനെ ഒത്തിരി ഞാൻ പറഞ്ഞ AI സ്പെക്ടിക്കിൾസ് വരെ ഉണ്ട്, ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ കിട്ടും. ഇങ്ങനെയൊക്കെ ടെക്നോളജി ഉള്ളപ്പോൾ വോളണ്ടിയേഴ്സ് ഇവിടുന്ന് എന്ത് കാണിച്ചാൽ അതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യുന്ന അവർ പുള്ളിയുടെ സ്ക്രീനിൽ വരും, പുള്ളിക്ക് വിളിച്ച് പറഞ്ഞാൽ മതിയല്ലോ. ആൾക്കാർ നോക്കുമ്പോൾ ട്രാൻസ്പെറൻറ്റ് ഒരു പവർ ഗ്ലാസസ്, ഒരു പ്ലെയിൻ ഗ്ലാസ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊന്നും അല്ല ശുശ്രൂഷ, അല്ല. ഇതൊക്കെ ഒരു ഹൈപ്പിനോ അല്ലെങ്കിൽ അവരുടെ മിനിസ്ട്രിയുടെ ഇതിനോ ആൾക്കാർക്ക് പേര് വരാൻ മാത്രം കൊള്ളാം. അവിടെ ഒന്നും യേശു വസിക്കുന്നില്ല. ആ ഏരിയയെ പോലും കർത്താവില്ല, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമില്ല. ഇതെല്ലാം വിളച്ചിലാണ്, ശുദ്ധ വിളച്ചിലാണ്. ആൾക്കാരെ കൂട്ടാൻ വേണ്ടിയുള്ള ട്രിക്കുകളും പദ്ധതികളും ഇതൊന്നും അല്ല ശുശ്രൂഷ. ദൈവമക്കളെ, നമുക്കൊരു പ്രമാണമുണ്ട്. ഈ അധ്യായം മുഴുവനും ശുശ്രൂഷയ്ക്കായിട്ട് ഒരുക്കുന്ന, ഓരോ വിശ്വാസിയും ശുശ്രൂഷയ്ക്കായിട്ട് ഒരുക്കുന്ന ഒരു അധ്യായമാണ്. ഇതിൻ്റെ 2ാമത്തെ ഭാഗത്തിൽ മുഴുവനും വിശുദ്ധിയും വേർപാടിനെ പറ്റി പറയുമ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഭാഗം വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞത്. ഇപ്പോഴാണ് ആ സുപ്രസാദ കാലം. വിളിക്കുന്ന സമയത്ത് കർത്താവിന് വേണ്ടി നിന്നോണം. ഞാൻ ഇച്ചിരി ബലം പ്രാപിക്കാം, ഇച്ചിരി വിളിക്കുന്ന സമയത്ത് കർത്താവിന് വേണ്ടി ഇറങ്ങുന്നവരെ കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കും എന്ന് മറന്നു പോകല്ലേ. ഈ കഷ്ടത മുഴുവനും ഞാൻ സഹിച്ചിട്ട് കർത്താവ് എനിക്ക് തരുന്ന ചില ഗുണങ്ങളൊന്ന് വായിച്ചേ. നിർമ്മലത, പരിജ്ഞാനം. ഇത് ഈ കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ കിട്ടുന്ന കേട്ടോ. ഈ മേളിൽ പറയുന്ന കഷ്ടതയുടെ ലിസ്റ്റിൽ കൂടി കടന്നു പോയില്ലെങ്കിൽ കിട്ടത്തില്ല. അതിനാണ് നമ്മളെ കടത്തി വിടുന്നത്. നമുക്കറിയാമല്ലോ, കഷ്ടത സഹിഷ്ണുത സിദ്ധതയും. അപ്പോൾ ഈ സിദ്ധത, ഈ സഹിഷ്ണുത, ആ സഹിഷ്ണുതയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ലോങ് സഫറിങ്. എന്നിട്ട്
ദയ, പരിശുദ്ധാത്മാവ്. താഴോട്ടൊരു വലിയ ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ അപ്പോൾ ആദ്യത്തെ എന്തോ അവിടെ എഴുതിയിരിക്കുന്ന നിർമ്മലത. നമ്മൾ ദൈവത്തെ സേവിക്കുന്നത് ഒരു ശുദ്ധ ഹൃദയത്തോടുകൂടി. കാര്യം സാധിക്കാൻ വേണ്ടിയല്ല നമ്മൾ കർത്താവിനെ കാണേണ്ടത്. നമ്മുടെ പ്രാർത്ഥന, ഉപവാസം ഒന്നും നമ്മുടെ ബെനിഫിറ്റിനല്ല ദൈവമക്കളെ. ഇത് എത്ര പറഞ്ഞാലും ഇന്നത്തെ ദൈവമക്കൾക്ക് മനസ്സിലാകത്തില്ല. പിന്നെയും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ എൻ്റെ വിഷയത്തിൻ്റെ പുറത്ത് പ്രവർത്തിക്കണേ. ഇത് തന്നെയല്ലേ ആ കല്ലൂർ പള്ളിയിലും എടപ്പള്ളിയിലും ആൾക്കാർ തൊഴുതും മെഴുകുതിരി കത്തിച്ചിരുന്ന് പറയുന്നത്. എൻ്റെ വിഷയം. അതാണോ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്? കർത്താവിൻ്റെ വിഷയം പൗലോസ് എപ്പോഴും ഓർപ്പിക്കുക. സഹോദരങ്ങളെ, ഞാൻ ഓർപ്പിക്കുക, കർത്താവിൻ്റെ വിഷയം. നിങ്ങളുടെ കണ്ണുകളെ ഉയരത്തിലേക്കൊന്ന് സെറ്റ് ചെയ്യാൻ വീണ്ടും കൊലോസിലേത്ത് എഴുതിയിരിക്കുന്നു. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങളുടെ കണ്ണുകളെ ഭൂമിയിലേക്കല്ല ഉയരത്തിലേക്ക് ഫോക്കസ് ചെയ്യുവാൻ. ദൈവത്തിൻ്റെ കാര്യം ചെയ്യുമ്പോൾ ആവശ്യമുള്ള ദൈവം ദൂതന്മാരെയൊക്കെ അയച്ച് നമ്മുടെ കാര്യങ്ങൾ കർത്താവ്. ഇതൊരു അനുഭവമാണ് ദൈവമക്കളെ. ഇതൊക്കെ പ്രസംഗിക്കാൻ എളുപ്പമാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമായി തീരും. എൻ്റെ കാര്യം കർത്താവ് നോക്കിക്കോളും. എന്നെ വിളിച്ച ദൈവത്തിൻ്റെ കാര്യം നോക്കാൻ. നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്നവരാ, എല്ലാവരും ഫുൾ ടൈം മിനിസ്റ്റേഴ്സ് അല്ല, ജോലിയൊക്കെ ചെയ്യുന്നവരാ. പക്ഷേ ആ ജോലിയിലും ദൈവം തരുന്ന എല്ലാ അവസരങ്ങളിലും ആർക്ക് വേണ്ടി പ്രവർത്തിക്കാനാ? കർത്താവിന് വേണ്ടി പ്രവർത്തിക്കും. ഇവിടെ ആദ്യം എഴുതിയിരിക്കുന്നത് എന്തുവാ? നിർമ്മലത. അവിടെ പൗലോസ് മുൻപോട്ട് വരുമ്പോൾ ഓർപ്പിക്കുന്നുണ്ട്, ഞാൻ ഭയപ്പെടുന്നു, ഇല്ലേ? അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങളെ ഉപായത്താൽ ചതിച്ചില്ലേ? 2 കൊരിന്ത്യർ 11:3 അവിടെ എഴുതിയിരിക്കുന്നത്, ഐ ഫിയർ സംഹൗ. എന്നാൽ സർവ്വം ഭൗമായ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഏകാഗ്രതയും, കർത്താവുമായിട്ടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് ഇവിടെ എന്തുവാ ഇവിടെ എഴുതിയിരിക്കുന്നത്? വഷളായി പോകുമോ, ഉപായത്താൽ ചതിക്കുക. ഇവിടെ എന്തൊക്കെയാ? കർത്താവിൽ നിന്ന് മാറ്റി സാത്താൻ്റെ പദ്ധതി, ഉപായം. ലാസ്റ്റ് കർത്താവുമായിട്ട് ഉപായം സാത്താൻ പ്രയോഗിക്കും. അവസാനം നമ്മൾ എന്തായി തീരും? ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത, നിർമ്മലത. ആ നിർമ്മലതയാണ് ഇവിടെ ഒരു ക്വാളിറ്റി ആയിട്ട് എഴുതിയിരിക്കുന്നത്. ദൈവം നമുക്ക് കഷ്ടതയിൽ കൂടി കടത്തിവിട്ട് തരുവാൻ ആഗ്രഹിക്കുന്ന ഒരു സത്യസന്ധമായിട്ട് ആൻ ഇൻ്റഗ്രൽ ഹാർട്ട്, ഇൻ്റഗ്രിറ്റി, ഒരു സത്യം, ഒരു നേര്. ഞാൻ എന്തിനാ കർത്താവിനെ സേവിക്കുന്നത്? ലോകമറിയട്ടെ. എല്ലാ ദിവസവും കർത്താവിന് വേണ്ടി ഇതൊക്കെ പറയുമെങ്കിലും നമ്മുടെ വിഷയത്തിന് വേണ്ടി മുഴുവനും സ്വാർത്ഥരായി തീരുമ്പോൾ അല്ല, കർത്താവിന് വേണ്ടി ആ പ്യൂരിറ്റി ഇൻ ഹാർട്ട്. എത്ര വ്യക്തമായിട്ടാണ് ഹൗവയും ചതിച്ചത്? എന്തുവാ? കർത്താവ് പറഞ്ഞതുപോലെ കേൾക്കണ്ട. കർത്താവ് അതൊക്കെ പറയും. കർത്താവിന് ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വല്ലതും കിട്ടണമെങ്കിൽ, ജ്ഞാനവും ലോകത്തിൽ ധനവും ഒക്കെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളത് ഭക്ഷിച്ചു, നിങ്ങൾ ഭരിക്കത്തൊന്നുമില്ല, ഒരു കുഴപ്പമില്ല, നിങ്ങൾ കഴിച്ചോ. അപ്പം തൻ്റെ കാര്യം നോക്കി ഞാനും ആദാം അന്നോട്ട് ഉണ്ടല്ലോ, പെണ്ണുങ്ങൾ ഈ ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് കറക്റ്റ് നമ്മുടെ പിശാച് അവിടെ തന്നെ ചെന്ന് കാര്യം നേരിട്ട് ആദാമിനോട് പറഞ്ഞ് ആദാം പറയാല്ല, കർത്താവ് പറഞ്ഞിട്ടുണ്ട് വേണ്ട. പക്ഷെങ്കിൽ ഇത് സ്വീറ്റായിട്ടുള്ള പ്രസൻറ്റേഷനിൽ അന്ന് നമുക്കങ്ങനെ ചെയ്യാൻ മടിയില്ലേ? വീടും സാധാരണ അറിയാം. സൃഷ്ടിയുടെ തുടക്കത്തിൽ തന്നെ ഉപായത്താൽ, ക്രാഫ്റ്റിനെസ്, ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ നിർമ്മലത നഷ്ടപ്പെടും. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും നഷ്ടപ്പെട്ട് ലോകത്തെ സ്നേഹിക്കാൻ പോകുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു വഷളായിപ്പോയി. അടുത്തത് പരിജ്ഞാനം. നിർമ്മലതയെ പറ്റി ഒരു വാക്യം കൊടുത്ത് വായിക്കാം. തീത്തോസ് 2:7-8 പെട്ടെന്ന് വായിച്ചാൽ എൻ്റെ നല്ല ആഴത്തിലുള്ള വാക്യങ്ങൾ മാത്രമാണ്. ടൈറ്റസ് ചാപ്റ്റർ 2:7-8. വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വഴിയില്ലാതെ ലജ്ജിക്കേണ്ടത് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കും. നിർമ്മലത, ഗൗരവവും ജീവിതത്തിൽ നിർമ്മലത. പിന്നെ അടുത്ത് ഇവിടെ എന്തോ എഴുതിയേക്കുന്ന? ഉപദേശത്തിൽ നിർമ്മലത. അല്ലെങ്കിൽ വിരോധി നിങ്ങളെപ്പറ്റി സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കംപ്ലൈൻറ്റ് പറയും. ഇപ്പോഴും ഓരോ പ്രാവശ്യവും അവിടെ ചെന്നിട്ട് കംപ്ലൈൻറ്റ് പറയും. നമുക്കറിയാം ബൈബിളിൽ അതിന് പ്രമാണം. അപ്പോൾ ഉപദേശത്തിൽ നിർമ്മലത നേരത്തെ നമ്മൾ വായിച്ചു. ജീവിതത്തിൽ നിർമ്മല. പിന്നെ അടുത്ത ഇവിടെ എഴുതിയേക്കുന്ന ക്വാളിറ്റി എന്തുവാ? പരിജ്ഞാനം, ഇല്ലേ? പരിജ്ഞാനം. ഈ ലോകത്തിൻ്റെ നോളജ്, ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല. ഇവിടുത്തെ PhD, ഇവിടുത്തെ MPhil ഒന്നും അല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടുത്തെ എത്ര PhD എടുത്താലും പരിജ്ഞാനം ഇല്ലാത്ത എത്ര പേരുണ്ടെന്നറിയാം. ദൈവിക പരിജ്ഞാനം ഇല്ലാത്തവർ ഭൂരിഭാഗമുണ്ട്. ദൈവത്തെ പറ്റിയല്ലേ പരിജ്ഞാനം വേണ്ടത്. ഇത് ദൈവിക സ്വഭാവമായ, ഇറ്റ്സ് എ ഹെവൻലി വിസ്ഡം. ദൈവിക സ്വഭാവമാണ് പരിജ്ഞാനത. ആ ദൈവിക സ്വഭാവം വരുമ്പോൾ നമ്മളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവത്തിൻ്റെ പരിജ്ഞാനം വരും. കഷ്ടതയിൽ കൂടാണ് നമ്മളെ അത് പഠിപ്പിക്കുന്നത് എന്നിവിടെ എഴുതിയേക്കുന്നു. അപ്പം നിർമ്മലത, പരിജ്ഞാനം. പിന്നെ അടുത്തത് അല്ല, കർത്താവ് എന്തനുവദിച്ചാലും സ്തോത്രം, വഴിയടച്ചാലും സ്തോത്രം, പേഴ്സ് കാലിയായാൽ സ്തോത്രം, ശരീരത്തിന് ക്ഷീണം വരുമ്പോൾ ഇല്ല,
കേട്ടില്ല, ഞാൻ കേട്ടില്ല. ജീവിതത്തിലുള്ളവരാണെ പറഞ്ഞേനെ സ്തോത്രം എന്ന്. ജീവിതത്തിലില്ല, പിന്നെ പാസ്റ്റർ പറയുന്നതിന് സ്തോത്രം പറയുന്നതാണോ? ജീവിതത്തിൽ വേണമെന്നേ, ജീവിതത്തിൽ അങ്ങനെ പറയുന്നവരായിരിക്കണം എന്നേ. വിഷമം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ അത് ജീവിതത്തിലുള്ളവരെ പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ഒന്ന് ചിന്തിക്കുമോ പറയണോ വേണ്ടായോ? സങ്കടം വരുമ്പോഴും സ്തോത്രം, ഞാൻ പ്രാർത്ഥിച്ചതനുസരിച്ചല്ല കർത്താവ് പ്രവർത്തിച്ചത്, നേരെ വിരോധമായിട്ടാണ് കർത്താവ് പ്രവർത്തിച്ചത്. അയ്യോ ഞാൻ ലജ്ജിച്ചു പോകത്തില്ല എന്നൊക്കെ മാനസികമായിട്ട് ചിന്തിക്കാതെ അപ്പോഴും എന്തുവാ കർത്താവിനൊരു പദ്ധതിയുണ്ട്. സ്തോത്രം. ഈ സ്തോത്രം വെറും ഞാൻ പറഞ്ഞ പേടി വരുമ്പോൾ പറയേണ്ട ഒരു കാര്യമല്ല. ഇത് ദൈവത്തെ സ്തുതിക്കുക. താങ്ക് യു ജീസസ്. ദൈവത്തിൻ്റെ ഗൈഡൻസ് ഓർത്ത് ദൈവം ദോഷമായിട്ട് ചെയ്യത്തില്ലെന്നേ. ദൈവം പോഷത്വമോ ഫൂളിഷ്നെസ്സോ അങ്ങനെ ഒരു കാര്യം ദൈവത്തിൽ നിന്ന് വരത്തില്ലല്ലോ. ദൈവം ചെയ്യുന്ന തീരുമാനങ്ങളെല്ലാം പെർഫെക്റ്റ് ആണ്. ഇവിടെ നമ്മൾ വായിച്ചില്ലേ, നിർമ്മലത. ഞാൻ സമ്പൂർണ്ണനായതുകൊണ്ട് നിങ്ങളും എന്തായി തീരണം. അപ്പം നമ്മളെ ആ പൂർണ്ണതയിലേക്ക് പണിയുന്ന ദൈവത്തിൻ്റെ പദ്ധതി ഒന്നും വൃഥാവായി പോകത്തില്ല. അതുകൊണ്ട് സ്തോത്രം. ഈ ദീർഘക്ഷമയെപ്പറ്റി മത്തായി സുവിശേഷം എഴുതിയിരിക്കുന്ന അവസാനം വരെ സഹിക്കുന്നവൻ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? രക്ഷിക്കപ്പെടുന്ന സമയത്ത് മാത്രമല്ല കഷ്ടത, വർഷങ്ങൾ കഴിഞ്ഞിട്ടും എന്തുണ്ട്? ശുശ്രൂഷയിൽ വർഷങ്ങളായിട്ടും കഷ്ടത, പ്രയാസങ്ങൾ, ദൈവം അനുവദിക്കുന്ന പരിശോധനകൾ, കാഹള ഊതുന്ന വരെയുണ്ട് എന്ന് മറന്നു പോകല്ലേ. അവിടെ എല്ലാം അവസാനം വരെയും സഹിക്കുന്നവൻ. നമ്മൾ ഇത്ര നാളും വിചാരിച്ച എന്തുവാ? വാഗോണ്ട് പാസ്റ്റർ പറയുന്നത് ഞാനങ്ങ് വാഗോണ്ട് ഏറ്റു പറഞ്ഞ ഞാനങ്ങ് രക്ഷയുടെ ആരംഭമായതേ ഉള്ളൂ ദൈവമക്കളെ. പാസ്റ്റർ പറയുന്നതല്ല, ഹൃദയത്തിൽ നിന്ന് പറഞ്ഞാൽ മാത്രം രക്ഷയുടെ ആരംഭമായതേ ഉള്ളൂ. യേശു പറയുക, those who endure till the end will be saved. അവസാനം വരെയും സഹിക്കുന്നവനാ രക്ഷിക്കപ്പെടുന്ന. ലിസ്റ്റ് മാത്രം ഒന്ന് വായിച്ചിട്ട് നിർത്താം. ബാക്കി അടുത്ത ആഴ്ച വായി. ഇനി അടുത്തത് പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം. ദൈവമക്കളെ, ഇതൊക്കെയാ നമ്മളെ കവർ ചെയ്യുന്നത്. ദൈവവചനം, പിന്നെ നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി, പിന്നെ എന്തിനാണ് ഈ ഇത്രയും ക്വാളിറ്റി? നല്ല സ്വഭാവങ്ങൾ, പിന്നെ നല്ല കവറിങ്. പരിശുദ്ധാത്മാവിൻ്റെ ദൈവവചനം, ശക്തി, നിർവ്യാജ സ്നേഹം. ഈ കവറിങ് എല്ലാം കഴിഞ്ഞിട്ട് കർത്താവ് പറയുക, ഇടത്തും വലത്തും ഇതെല്ലാം നമ്മളെ ആയുധ വസ്ത്രമായിട്ട് ഒരു ഗാർഡായിട്ട് നിൽക്കുവാൻ നമ്മളെ കർത്താവ് ഇവിടെ ആദ്യമേ തുടങ്ങുന്ന എന്തുവാ? ഞാൻ പറഞ്ഞില്ലേ, അവരുടെ പേഴ്സണൽ വിഷയങ്ങൾ, വ്യക്തിപരമായ പാപം മാറേണ്ട ഏരിയകൾ 1 കൊരിന്ത്യയിൽ പണിതു. 2 കൊരിന്ത്യർ സഭയെ ശക്തരായിട്ട് പടയാളികളായിട്ട് കർത്താവിന് വേണ്ടി നിർത്തുന്ന ഒരു അധ്യായമാണല്ലോ. സോ അവിടെയൊക്കെ എഴുതിയിരിക്കുന്ന ഇടത്തും വലത്തും. കാര്യം നിങ്ങൾ നിൽക്കുന്നത് ഒരു സേഫ് സോണിലല്ല, നിങ്ങൾ നിൽക്കുന്ന ഒരു ബാറ്റിൽ ഫീൽഡിലാണ്, ഒരു പോരാട്ട കളത്തിലാണ്. അതുകൊണ്ട് ദൈവശക്തി, ദൈവവചനവും ഈ ദൈവത്തിൻ്റെ നീതിയുടെ ആയുധം അത് ഇടത്തും വലത്തും നമ്മളെ കവർ ചെയ്തിട്ട്, പിന്നെ ഇനിയും പിന്നെയും വാഗ്ദത്തങ്ങളുണ്ട് കേട്ടോ. മാന അപമാനം, ദുഷ്കീർത്തിയും സൽകീർത്തി. ആൾക്കാർ പുകഴ്ത്തുകയും ചെയ്യും, ഇടയ്ക്ക് എന്ത് ചെയ്യും? ദോഷം പറയും, ഇല്ലാത്തതൊക്കെ പറയുകയും ചെയ്യും. ഇതെല്ലാം ഞാൻ അനുഭവിച്ച് നമ്മളെ ഒരുക്കുന്ന രീതിയാണ്. ഇതിൽ കൂടുന്ന ആർക്കും രക്ഷപ്പെടാൻ കഴിയത്തില്ല. ഇനി ഏത് ദൈവദാസം വിളിച്ചു പറഞ്ഞ് ഇതൊന്നും ഉണ്ടാകത്തില്ല, കഷ്ടതയില്ല, എല്ലാം അങ്ങ് അടിക്കടി ഉയർച്ചയാ. നോ, ഇത് ദൈവത്തിൻ്റെ വചനമായി ഒരു പാറ്റേണേ ഉള്ളൂ. ദൈവത്തിൻ്റെ വചനമാണ്. ദുഷ്കീർത്തി, കർത്താവിന് വേണ്ടി പലതും സഹിച്ച് ലോകമനുഷ്യർ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണെന്ന് വിചാരിച്ചാലും ഞങ്ങൾ സത്യവാന്മാരാണ്. ആരും അറിയാത്തവർ എന്ന് വിചാരിച്ചാലും ഏത് വേദിയിലും നിന്ന് വലിയവനായ ദൈവത്തെപ്പറ്റി പറയുവാൻ അധികാരം ദൈവം തന്നിട്ടുള്ളവരാണ് നമ്മൾ. ചെറിയ അധികാരമല്ല. ആൾക്കാർ ഭൂതത്വ ശക്തിയെയും ക്ഷുദ്രശക്തിയെയും ഒക്കെ പേടിച്ച് പല മന്ത്രവാദികളുടെ അടുത്ത് പോകുമ്പോൾ ഏത് ക്ഷുദ്രശക്തി നമ്മുടെ ഫ്രണ്ടിൽ വന്നാലും ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം നമുക്ക് അവകാശം തന്നാലും ബൈബിൾ പറഞ്ഞ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു വ്യക്തിയാൽ ഈ അടയാളം നടക്കും. അവൻ്റെ മേൽ കൈവച്ചിട്ട്, സഹോദരനാണെങ്കിലും സഹോദരിയാണെങ്കിലും ദൈവം നമുക്ക് അവസരം തരുമ്പോൾ നമ്മൾ മാത്രമേ അവിടെ ശുശ്രൂഷ ചെയ്യാനുള്ളപ്പോൾ ആ വ്യക്തിയുടെ മേൽ കൈവച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ അതിനെ ശാസിച്ചാൽ ആ ശക്തി വിട്ടുപോകും. നമ്മൾ ശുദ്രത്തെയും മന്ത്രത്തെയും എല്ലാം പേടിക്കണം, മന്ത്രവാദ ശക്തിയെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ആർക്കും നമ്മളിതൊന്നും അറിയത്തില്ല, നമ്മൾ ഫേമസ് ഒന്നുമല്ല. പക്ഷെങ്കിൽ നമ്മുടെ മേലുള്ള അധികാരം വലുതാണ്. എല്ലാവരും അറിയുന്നവർ. യെസ്, നല്ലവണ്ണം. കാര്യം കർത്താവിന് വേണ്ടി നിൽക്കണം. ദേശത്ത് കർത്താവിന് വേണ്ടി ബി എ വിറ്റ്നസ്, സാക്ഷിയായിട്ട് നിൽക്കണം. അപ്പം എല്ലാവരും അറിയും.
ഞങ്ങൾ ജീവിക്കുന്നു. ലോകമനുഷ്യർ നോക്കുമ്പോൾ ഇപ്പം തീരുമെന്ന് വിചാരിക്കുന്നു, പക്ഷെ ശക്തമായിട്ട് ഞങ്ങൾ കർത്താവിന് വേണ്ടി പുതുജീവൻ പ്രാപിച്ചുകൊണ്ട് ജീവിക്കുന്നു. ശിക്ഷിക്കപ്പെടുന്നവർ എന്നിട്ടും കൊല്ലപ്പെടാം. പല ഞാൻ ചെയ്യാത്തതിനും ലോകത്തിൽ ഇപ്പം ഈ പാസിന് അടി കൊണ്ടില്ല, എന്ത് തെറ്റാ ചെയ്ത് ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇറക്കി വിളിച്ച് അടിയോട് ഇടിയോട് ചവിട്ട് തറയിലിട്ട് ഇഷ്ടത്തിന് ലോകം ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ശിക്ഷ ലഭിക്കും. പക്ഷെങ്കിൽ കൊല്ലപ്പെടാത്തവർ അതൊന്നും എന്നെ ബാധിക്കുന്നില്ല. കാരണം ബൈബിളിനകത്ത് എഴുതിയിട്ടില്ലേ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വ്യക്തി ദോഷമായിട്ട് എന്ത് ഭക്ഷിച്ചാൽ പോലും എന്ത് ചെയ്യത്തില്ല, അത് നിനക്കൊരു ഹാനിയും വരുത്തത്തില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്ര ചെയ്തിരിക്കുക. ലോർഡ് സീൽഡ് us by his holy spirit ഇല്ലേ. ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ. അങ്ങനെയാണോ ദൈവമക്കളെ? ദുഃഖിക്കാൻ ഒത്തിരി കാര്യങ്ങൾ പിശാച് കൊണ്ടുവരും, ദൈവം അനുവദിക്കും. പക്ഷെ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുക, ദുഃഖിക്കുന്നവർ ദുഃഖമുണ്ട്. എല്ലാ ആഴ്ചയും ഓരോ ആഴ്ചയും പുതിയ പുതിയ ദുഃഖങ്ങൾ സാത്താൻ കൊണ്ടിടും. പക്ഷേ എപ്പോഴും കർത്താവിൽ എന്ത് ചെയ്യുന്നു? സന്തോഷിക്കുന്നവർ. ദരിദ്രരെങ്കിലും പലരെ സമ്പന്നരാക്കുന്നവർ. നമ്മൾ ദുഃഖിക്കേണ്ട നമ്മുടെ കാശ് കൊണ്ടോ നമ്മുടെ പ്രാപ്തി കൊണ്ടോ ഒന്നുമല്ല കർത്താവ് അനേകർക്ക് കൊടുക്കുവാനും അനേകർക്ക് ഒരാശ്വാസമായി തീരുവാനും ദൈവം നമ്മളെ സഹായിക്കുന്നത്. പൗലോസും പത്രോസും യോഹന്നാനും പറഞ്ഞ പോലെ, നീ വിചാരിക്കുന്നതോ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല, പക്ഷെ ആർക്കും തരാൻ പറ്റാത്ത ഒരു കാര്യം ഞങ്ങളുടെ കയ്യിലുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ എന്ത് ചെയ്യണം? വിടുതൽ പ്രാപിക്കുക. പ്രൈസ് ദി ലോർഡ്. ആൾക്കാർ നോക്കുമ്പോൾ വലിയ പണമൊന്നും കാണത്തില്ല, പക്ഷേ ഞങ്ങൾ കർത്താവിൽ ദൈവിക ജ്ഞാനത്തിലും ദൈവശക്തിയിലും ദൈവിക പരിജ്ഞാനത്തിലും ഞങ്ങൾ എന്തുവാ? സമ്പന്നത. ദുഃഖമൊന്നുമില്ല. കർത്താവ് എങ്ങനെ നടത്തിയാലും സന്തോഷിക്കുവാൻ ദൈവമക്കൾക്ക് മാത്രമേ കഴിയത്തുള്ളന്നേ. ലോകമനുഷ്യർ മുഴുവനും അടിക്കടി ഉയർച്ചയും എവിടെ പണം ഉണ്ടാക്കുക, ഏത് രാജ്യത്ത് ഏത് സ്ഥലത്താണ് കൂടുതൽ മണി വാല്യൂ കൂടുതലുള്ളത് എന്ന് പറഞ്ഞ് ജാതികൾ അന്വേഷിച്ച് പോകുമ്പോൾ, ദൈവം നമ്മളെ അയക്കുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കുവാനായിട്ടാണ് പോകുന്നത്. ചിലർ പണം ഉണ്ടാക്കാൻ പോകുന്നു, ചിലരെ ദൈവം അയക്കുന്നു കർത്താവിൻ്റെ പ്രതിനിധികളായിട്ട്. തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആ ശുശ്രൂഷ ചെയ്തില്ലെങ്കിൽ ന്യായദിവസത്തിൽ കണക്കും പറയേണ്ടതായിട്ട്. അവിടെ ലാസ്റ്റിൽ എഴുതിയിരിക്കുന്നത്, ഒന്നും കൈവശം ഇല്ലെങ്കിലും ഇനി പെറുപർത്ത് ഇതിപ്പം നമ്മളെ പറ്റിയാണോ എഴുതിയിരിക്കുന്നത്, പൗലോസിനെ പറ്റിയാണോ എഴുതിയിരിക്കുന്നത്? അറിയാമല്ലോ, ആ ഒരു ബോധ്യമുണ്ടോ? ഇത് നമ്മളെപ്പറ്റി എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. പൗലോസിനെ പറ്റി എഴുതിയ പൗലോസിന് പേഴ്സണൽ ലെറ്റർ അല്ലെങ്കിൽ പൗലോസിനോട് കർത്താവ് സംസാരിച്ചാൽ പോരെ. ഇത് തിരുവചനത്തിനകത്ത് റെക്കോർഡ് ചെയ്തിരിക്കുന്നതും സഭയോട് പറയുന്നതും നമ്മളെ പറ്റിയ ഒന്നുമില്ലെങ്കിലും ആസ് പൊസസിങ് എല്ലാം കൈവശമുള്ളവർ. ആ ഒരു സന്തോഷം, ദൈവത്തിൻ്റെ നടത്തിപ്പിൽ ഒരു സന്തോഷം, ദൈവം എങ്ങനെ നടത്തുന്നു അതിലൊരു സന്തോഷം കണ്ടെത്തുവാൻ കർത്താവ് നമ്മളെ ശീലിപ്പിക്കും. അവരെ പുകഴ്ത്തി പറയാമല്ലോ, ഇത്രയും നാൾ അറബി രാജ്യത്തിൽ ജനിച്ചു വളർന്നുകൊണ്ടൊക്കെ അവരുടെ കൾച്ചർ അറിയാം. എല്ലാത്തിനും ഹംദുലില്ലാ. ദൈവം എങ്ങനെ നടത്തുന്നു അതിൽ സന്തോഷം. അതവരുടെ ഒരു ശീലം. അവരെ കൊച്ചിലേ തൊട്ടങ്ങനെ ഈ ദൈവദാസന്മാർ ദൈവമക്കളെ ഒന്നും പഠിപ്പിക്കാത്ത എങ്ങനെ? ഞാനിപ്പോൾ ഈ വഴി പാടുന്നു. ഇപ്പോൾ ഞാൻ ആ വ്യക്തിയോട്, ഞാൻ താഴെ കട നടത്തുന്ന വ്യക്തിയോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ദൈവം അടച്ചു, കുഴപ്പമില്ല, ദൈവം നമുക്ക് ആവശ്യമുള്ളതോ തരും. ഞാൻ വിചാരിക്കുമായിരുന്നു, ഒരു ദൈവ പൈതൽ അങ്ങനെ പറയുമോ? ഈ താഴെ ഉള്ള കണ്ണൂർ മുസ്ലിം പറയുന്ന പോലെ ഒരു ദൈവ പൈതലിനെ പറയാൻ പറ്റുമോ? ദൈവം വഴി അടച്ചു കഴിഞ്ഞാൽ നഷ്ടമൊക്കെ. ദൈവം നമ്മുടെ ദൈവം വലിയവനായ ദൈവമല്ലേ, സർവശക്തനായ ദൈവമല്ലേ. ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്നേ. ഇത് ദൈവമക്കൾ പറയുമോ? ജോലി പോയാൽ ദൈവമക്കൾ പറയുമോ? എന്തെങ്കിലും ഒരു കാര്യം, നമ്മുടെ ജോലി പോയി, എന്തെങ്കിലും ഒരു വിഷയം വന്നു, കർത്താവ് ആദ്യം പണങ്ങുന്ന ആരോടെ? പാപ്പാനിട്ട് ആദ്യം കുത്തുന്നു പറഞ്ഞ പോലെ കർത്താവിനോട് ആദ്യം പണങ്ങുന്നത് ഒരു ദോഷം ജീവിതത്തിൽ ദോഷമെന്ന് നമ്മൾ വിചാരിക്കുന്നത്. ഇത് കർത്താവ് നന്മയ്ക്കായിട്ട് ചെയ്തതല്ലേ. ദോഷമെന്ന് നമ്മൾ നമ്മുടെ പൊട്ടത്തരത്തിലല്ലേ, നമ്മുടെ ഈ പൊട്ടബുദ്ധിയിലല്ലേ നമ്മൾ ചിന്തിക്കുന്ന ദോഷമെന്ന്. ദൈവത്തിൻ്റെ സർവ്വജ്ഞാനത്തിൽ ഒരു കാര്യം പ്ലാൻ ചെയ്ത് കർത്താവിൻ്റെ നീക്കങ്ങളല്ലേ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരത്തിൽ ജീവിതത്തിൽ അങ്ങനെയാണ്. അതുകൊണ്ട് ജാതികൾ പറയുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷത്തോടുകൂടിയും കൃപയോടുകൂടിയ ദൈവം അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എന്ത് വഴി അടഞ്ഞാലും, എന്ത് ജോലി പോയാലും, എന്ത് ഹാലിൽ ബുദ്ധിമുട്ട് വന്നാലും, എത്ര ക്ഷീണം വന്നാലും അവരെ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് അവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ഹൃദയത്തിൽ നിന്നാണോ എന്ന് അറിയത്തില്ല. നമ്മൾ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞു, ദൈവം എന്നെ എങ്ങനെ നടത്തുന്നോ അതിന് സ്തോത്രം എന്ന് പറയുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ, അതിൻ്റെ കൃപ തരട്ടെ. അടുത്ത ആഴ്ചയും അതിൻ്റെ അധ്യായത്തിൻ്റെ ബാക്കിയുള്ള ഭാഗത്തിൽ വേർപാടോടുകൂടി നിൽക്കണം. വിശുദ്ധി, വേർപാട്. കർത്താവ് ഇപ്പം ഇപ്പോഴത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു, കഷ്ടതയെ കൂടി കടന്നു പോകുന്നില്ല. പരിജ്ഞാനത്തോടുകൂടിയും ദൈവശക്തിയോടുകൂടിയും ദൈവവചനത്തോടുകൂടിയും കർത്താവ് നമ്മളെ ഇടത്തും വലത്തും നമ്മളെ കവർ ചെയ്യുന്നതിൻ്റെ കാരണം നമ്മളൊരു യുദ്ധകാലത്തിലാണ്. ഏത് സമയത്തും അറ്റാക്ക് വരാം. അവിടെ എല്ലാം കൃപയോട് നിൽക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും ഹാലിൽ ബലപ്പെടുത്തട്ടെ. കഴിഞ്ഞ